ഹായ് ആൾ. ബ്ലാക്ക് മെയിൽ എന്ന തമിഴ് മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ജി.വി. പ്രകാശ് നായകനായി എത്തിയ പുതിയൊരു തമിഴ് ക്രൈം ത്രില്ലർ മൂവിയാണ് ബ്ലാക്ക് മെയിൽ. ജി.വി. പ്രകാശിനെ കൂടാതെ ശ്രീകാന്ത്, തേജു അശ്വിനി, ബിന്ദു മാധവി തുടങ്ങി മറ്റു താരങ്ങളും ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട്. മെയിനായിട്ട് രണ്ട് ടോപ്പിക്കുകളാണ് ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുറെ സംഭവങ്ങൾ. ഒന്ന്, ലഹരി കള്ളക്കടത്തുമായിട്ട് നടക്കുന്ന കുറെ സംഭവങ്ങളും. കുട്ടിയെ തട്ടിക്കൊണ്ടു പോയവരിൽ നിന്ന് കുട്ടിയെ രക്ഷിക്കാൻ കഴിയുമോ, എന്തൊക്കെ റിസ്ക് ആണ് നായകൻ എടുക്കേണ്ടി വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കുക. നായകൻ അറിയാതെ അയാളും ഈ ലഹരിക്കടത്തിൽ അകപ്പെട്ടു പോകുന്നുണ്ട്. അയാൾ അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് വെളിയിൽ വരുന്നത്, എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് ലക്ഷ്യത്തിലെത്താൻ നായകന് സാധിക്കുമോ, എങ്ങനെയാണ് അയാൾ ലക്ഷ്യത്തിലെത്തുന്നത് എന്നൊക്കെ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കുക. സിനിമ വലിയ ലാഗില്ലാതെ ഒരു നോർമൽ ഫ്ലോയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും ഒരു പോയിന്റിൽ തന്നെ ചുറ്റിക്കറങ്ങി ഒരേ പോയിന്റിൽ തന്നെ വന്നു നിൽക്കുന്നതായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട്. അത് കുറച്ച് ബോറായി തോന്നി. ഇതൊരു ബിലോ ആവറേജ് മൂവിയാണ്, അല്ലാതെ എടുത്ത് പറയത്തൊക്കെ ഹൈപ്പ് ഒന്നും ഈ സിനിമയ്ക്കില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക. ഞാൻ ഈ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായമാണ്, അത് മൈൻഡിൽ വെച്ചേക്കണം. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണല്ലോ. നിങ്ങളിൽ കാണാൻ താല്പര്യമുള്ളവർ കാണുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം. പിന്നെ ഇനി വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാനുള്ളത്, നാളെ 2 സിനിമ റിലീസാകുന്നുണ്ട്. ഒന്ന് പ്രണവിന്റെ ഡൈസിറയും, മറ്റൊന്ന് ബാഹുബലി എപ്പിക് റീ റിലീസും. ഇത് രണ്ടും കാണാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ 2 സിനിമകളുടെ വിശേഷങ്ങളുമായി നാളെ കാണുന്നത് വരെ ബൈ ബൈ.